നമ്മൾ റൂമിലൊക്കെ കയറി ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇനി നമുക്ക് വാഗമൺ കറങ്ങാൻ പോകാം ഗൈസ്. ഞാനും അച്ഛയും ഇപ്പം വണ്ടിയിൽ കയറി. ഇനി അച്ഛയും അമ്മയും അനിയനും അവിടെ നിൽപ്പുണ്ട്. നമ്മൾ മഴ ആയതുകൊണ്ട് അവരവിടെ നിൽക്കുക. നമ്മൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകണം. മഴയായിരുന്നുകൊണ്ട് കാണാൻ ഈശ്വരി വരുന്നുണ്ട്. എന്താ നിൽക്കുന്നു. നമ്മൾ ആതിര റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഇതിലാണ് കയറുന്നത്. അത് കാണാൻ മേലെ ഗൈസ്. അതാണ് നമ്മൾ കയറുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മളവിടെ നിന്ന് ഇന്ന് രാവിലെ പോരുവാണ്. നമുക്ക് പോവാം. അവർ കയറി വരുന്നുണ്ട്. വരുമ്പോ അമ്മ മുന്നിൽ ഇരുന്നോണ്ട് ഞാൻ കറങ്ങാൻ പോകുമ്പോ ഞാൻ മുന്നിരിക്കും കേട്ടോ. അച്ചാച്ചൻ കയറുവാണ്. അവരെല്ലാരും വരുമ്പോ അവരിപ്പോ നമുക്ക് വിളിച്ചു ചെയ്യാം. നമുക്ക് വേറെ സ്ഥലത്ത് റൂം എടുക്കാം. ഇന്നലെ ഒരു റൂമിൽ താമസിച്ച് ഇന്നലെ വേറെ റൂമിൽ താമസിക്കാം. ഞങ്ങൾ ഇനി അവരെല്ലാരും വരുന്നു. അവര് വരും. അച്ഛമ്മയും പിന്നെ ഞങ്ങൾ കസിൻസും കൊച്ചിച്ചൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ വേറെ ഒരു റൂം എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ പോകുന്ന അച്ഛാതെ മഴ കൊതിക്കാൻ തിരികെയാണ്. തോട്ടമൊക്കെ ഉണ്ട് ഗൈസ്. കോട്ടമല ഗ്ലാസ് അത് നമ്മളിപ്പോ കോട്ടമല സൂപ്പർ സ്ഥലമാണ് ഗൈസ്. ഇവരൊക്കെ ഒന്ന് കളിക്കാൻ പാർക്ക് വല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ചേച്ചി നല്ല വെള്ളം വീഴും. യാത്ര പിന്നെ നല്ല മഞ്ഞാണ്. രസമുണ്ട്. മഴയും മഞ്ഞും. അതെ, മഴയും മഞ്ഞും. അത് കണ്ടോ അച്ഛാ? എന്നാ
വെള്ളത്തിലും ജില്ലങ്ങാനും പൊട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ എന്നാ ചെയ്യാനാ മതി. അച്ഛാ എന്നാണ് മഞ്ഞ ആ എന്നാന്ന് അറിയത്തില്ല. ഈ പാറകളൊക്കെ മൊന്നാലേ വീടൊക്കെ ഒരു വീടിന്റെ പൊക്കത്ത് ജീപ്പ് വെച്ചിട്ടിട്ടുണ്ട്. ഈ ജീപ്പൊക്കെ ആൾക്കാരെ കാണിക്കാൻ കാണാണ് ജീപ്പ. വീടിന്റെ പൊക്കത്ത് അല്ല ഇതുപോലെ കയറ്റിയിടുന്ന ഇങ്ങനെ ആടെ അവിടെ എത്തി നമ്മളെ എന്റെ മുടി മൊത്തം കാങ്ങി അവിടെ ഉണ്ടെന്നേ സൈറ്റിലുണ്ട്. സാര് അവര് സൈറ്റിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. ജീപ്പ്. എന്റെ മുടി അവരെപ്പോഴാണ് പോകുന്നത്? ഞാൻ പറയാം അവിടെ 6 മണിക്ക് പോകുന്നതാണ്. നല്ല രസമുണ്ട് അതായത് താഴാഴ്ച അച്ഛമ്മയുടെ ഫോൺ നടന്ന് വിളിച്ചറാ വരുന്നുണ്ടോ എന്താന്ന് ചോദിച്ചു. നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം ആര് വരുന്നുണ്ടോ ഇല്ലയോ അതെ ഏതാടാ കോക്ക് മതിയില്ലോ നമുക്ക് കാണാൻ നോക്കാം കോക്ക കോഴിയാണേ അമ്മ മണ്ണല്ലേ അച്ഛന് കണ്ടോ അച്ഛാ എന്നെ കെട്ടി പിടിച്ചിരിക്കുന്ന നിന്റെ കൈ തന്നെ എടുക്കല്ലേ നമ്മുടെ തേൽത്തറ കണ്ടടാ. എന്നാ നമുക്ക് വിളിക്കുവാണ് ഹലോ നിങ്ങൾ ഇന്നലെ വരുമോ മഴയാണോ? സബാഷ് ഒന്നുമില്ല ഓക്കെ ശരി ആര് 11 മണിക്ക് ഇറങ്ങുമോ ഏറ്റിക്കാ ബാക്കി ക്ലാസ് ഉണ്ടെന്നു 11 മണിക്ക് ആര് ഇറങ്ങും. 11 മണിക്ക് ഇറങ്ങുമെന്നു പറയാം മഴയുണ്ടോ ചോദിക്കാനല്ലോ. ആരാ അച്ഛനല്ലേ എടുത്തേ? ചേച്ചി ചെറുത് ഒരു മണിയാവുമ്പോ ആ എന്നാ കറങ്ങാനൊക്കെ സ്ഥലം സമയം കണക്കുമല്ലേ ദിവസേ നീ സാറിനോട് പറഞ്ഞോ? അത് അയച്ചു കൊടുത്തോ? സാറൊക്കെ അയച്ചു കൊടുത്തോ? ഒരെണ്ണം ചെയ്തു ഇല്ല. ഒരെണ്ണം ചെയ്തെന്ന് പറഞ്ഞോ? ഇല്ല മതി ഉമ്മ മതി ദിവസം മതി. ഒരെണ്ണം കിട്ടുമ്പോ ഒന്നോട് ചെയ്തു കേട്ടോ. ദിവസേ ഇത് ഇങ്ങനെ കിട്ടൂല. കുറച്ച് അങ്ങനെ കിട്ടട്ടെ. അവിടെ കൊച്ചിനെ പിടിക്കാനായിട്ട് നമ്മൾ വേറെ അവിടെ ഇറങ്ങും. ഇല്ലല്ല ഇറങ്ങുന്ന അല്ല. സൂക്ഷിച്ച് പോകാം. വഴി വളവാണ്. വളരെ സൂക്ഷിച്ച് പോകാൻ വേണ്ടി എസ് പോലത്തെ വളവാണ്. ബസ്സുണ്ട് കട്ടപ്പന ബസ്. എല്ലാ കൊച്ചിനെ ഫുൾ A+. കൺഗ്രാജുലേഷൻസ് നീ ഈ വഴി തിരിച്ച് ഇങ്ങോട്ട് കയറുമായിരുന്നു അച്ഛാ? ആ ഇങ്ങോട്ട് വന്നു. തിരിച്ചു പോകാൻ പിന്നെ ഈ വഴി വരണം. അല്ല വേറെ വഴിയില്ല. അല്ല വേറെ വഴിയില്ല.
ഇറങ്ങി പോന്നിട്ടുള്ള സ്ഥലമാണ്. മറ്റേ എന്നാ നമ്മൾ കോളമല കഴിയും. വളകോട് ആയില്ല, കോളമല കഴിയും. കോട്ടമല കഴിഞ്ഞു. ആ ഈ സ്ഥലത്തിന് പേര് ഇത് വന്നില്ല. ഈ വാഗമണ്ണെന്ന് വിളിക്കാൻ കാരണം എന്താ? ചെറുത്തോട്ട് കൂട്ടിയിട്ടിരിക്കണം. ചെടിയുണ്ട്, മതിൽ ചെടിയുണ്ട്. അതാണോ അവിടെയൊക്കെ മഴ പെയ്യും. ദിവസം ഭാഗത്ത് വന്നു. ചെടി അതൊക്കെ ഇവിടെ ഉണ്ടാവുള്ള ഈ കാലാവസ്ഥ വേണം. ഉണ്ടോ? അതെന്ത് പറ വാഗമണ്ണിന് പേര് എനിക്കറിയില്ലെന്നേ, അറിയില്ല. ഓരോ സ്ഥല പേര് ഓരോ സ്ഥലത്ത് പേരുണ്ടാവും. വായുള്ള മണ്ണായാതായിരിക്കും വാഗമണ്ണ. ഇതൊക്കെ മണ്ടത്തരങ്ങൾ പറയാതെ. ഒന്നും അറിയത്തില്ല, എന്തൊക്കെ പറയണ്ട. ഇതെന്താ തേയില കണ്ട? തേയിലത്തോട്ടം. വഴി ഉണ്ടാക്കുന്നതാണ്. മുന്നോട്ട് വണ്ടി കയറാൻ വഴി ഉണ്ടാക്കിയിട്ട് ആരൊക്കെ ചെയ്ത്. ആ ദിവസേ മഴ കാണും. ഭയങ്കര തിരക്ക വഴിയിലൊക്കെ 2-3 മണിക്കൂർ ബ്ലോക്കാണ്. തിരക്ക് കാരണം. ആൾക്കാരെല്ലാം വന്നിട്ട് വഴി കോട്ടയം ബസ്സാണ്. തേയിലത്തോട്ടം കൊണ്ടാ. ഇതിലൊക്കെ കയറിയാണ് ഐസിഎസിലൊക്കെ പിള്ളേരെ കാണിക്കാൻ വരുന്നത്. ഈ രാജുവേട്ടനൊക്കെ ആവണിന്നൊക്കെ വരും. അവഗമണ്ണിലും ഈ രാജുവേട്ടനും എന്താ അവസ്ഥയല്ലേ? ഓപ്പ് വീഴുമ്പോൾ എത്തുള്ളൂ. നേരെ വെളുക്കുമ്പോൾ പോകണം, എന്നാലേ ഓപ്പ് വീഴുമ്പോൾ എത്തുള്ളൂ. കാണിക്കാൻ അവരൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതൊരു ഹോട്ടൽ ഉണ്ടാക്കുക. ഹോട്ടൽ തേയില 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 കാണുന്ന തേയില 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 കുന്നിന് വന്നാൽ മാത്രം ഉണ്ടാവും അല്ലേ? തേയില തണുപ്പുള്ളത് അവിടെ മണ്ണ് കണ്ട. അത് പുതിയ തേയില വെക്കാൻ വേണ്ടി ഉണ്ടാക്കാം. എങ്ങനെയാ മഞ്ഞുണ്ടാവുക? ഈ കോല ഉണ്ടാവുന്ന എങ്ങനെയാ? ഇത്ര ഉയരത്തിലല്ലേ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം? ആകാശവാണിന്റെ അടുത്ത്. ഇതൊരു ഫ്ലാറ്റ് ഇറങ്ങാ എന്നിട്ട് വല്ലാത്ത വളം. നീ ഉണ്ടായി കൊച്ചെ ഇടി ഓടിക്കട്ടെ. ഇത് കണ്ടോ? അമ്മ ഇതൊരു ഫ്ലാറ്റ് കാണിക്കണം. വഴി കണ്ടോ? വളവ് വഴി കണ്ടോ? ഇതാണ് വളവ് വഴി. ഇങ്ങനെ വളഞ്ഞം കയറുക മുകളോട്ട്. ഈ മനുഷ്യൻ എന്തിനാ ഇവിടെ കൊണ്ടുപോയി സ്ഥലം വാങ്ങിച്ചു? ഇത് കേറ്റി വെച്ചോളി വെച്ചേ. മഴ വന്നു. ചെറിയ വിലക്ക് കിട്ടിയായിരിക്കും അല്ലേ? നല്ല വിലയാ. ആണോ? 25 ലക്ഷം സെന്റിനോ? മൊത്തം. കൈയിട്ടായി ഇറങ്ങി. ഇല്ല, ലാസ്റ്റ് ഒന്നും ഇനിയിപ്പം ഇതുപോലെ തേയില പിടിപ്പിക്കാൻ പോകാറുണ്ട്. ഇതുപോലെ പൊങ്ങിയ സ്ഥലമാണോ? പൈസയുടെ
കയറ്റം കയറി പൊക്കോണ്ടിരിക്കുക കേട്ടോ. ദിവസം കയറ്റാൻ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ ദിവസം? പിന്നെ ആന്ധ്രാപ്രദേശ്. ആ, ആന്ധ്രാപ്രദേശിൽ പോയ ആളല്ലേ? ആന്ധ്രാപ്രദേശ് എന്നാ പറ്റി? ഉണ്ടോ? വളവുണ്ടോ? വളവ്. എത്തിയില്ല അച്ഛാ, കുറെ നേരം ആയില്ല, എത്തിയില്ല. ചേർക്കുന്നുണ്ടോടാ? ഇല്ലേ? പിന്നെ ഏതോ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഉറങ്ങാൻ പോകല്ലേ? ഭയങ്കരമായിരുന്നു. പാപ്പ വേണ്ട. ഇങ്ങോട്ടാണോ വഴി? ഇതമ്മൻ അങ്ങോട്ടാ വഴി. വഴി കാണാം. അമ്മ എങ്ങനെയാ നേരം കയറി? ജൂൺ മാസത്തിൽ ഞാൻ മറ്റേ എച്ചൊക്കെ പഠിക്കുന്നത്, 8 വെച്ചൊക്കെ പഠിക്കുന്നത്. നീ പണി തീർന്നോ? ഇവിടെ ഇനി വരുന്നോ? നന്നായി. അങ്ങേരോട് വേറെ വണ്ടിയാ. വളവും താടിയാണ് അച്ഛയുടെ പണിക്ക് വരുന്നത്. വളവും താണ്ടി ഇത്രയും നമ്മൾ ആ പൊക്കത്തിൽ നിന്ന് കയറി വന്നിട്ട് പോലും ഇത്ര വളവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? അറിയാഞ്ഞിട്ടാ. മലയുടെ ഇതല്ലേ വഴി പോകും. അടിവാരമ്പഴായി വഴിയല്ല. കയറ്റം കഴിഞ്ഞു. എന്തോ എലി എങ്ങനെയാ ഒച്ച വെക്കുന്നത്? ആ ബാഗ് ഒന്ന് എടുത്തു തന്നെ, കുഞ്ഞു ബാഗ്. പിന്നെ എടുത്തോളാം ഇതോ? അതെ ഫോൺ അടിക്കുന്നു. എടുത്തോ? ആരാ വാഗമണി അവിടെ മഴയുണ്ടോ? ഇവിടെ പൊടി മഴയേ ഉള്ളൂ. ഫ്രണ്ട് വിളിക്കാം. എങ്ങും പോയില്ല, ഇനി ഇറങ്ങിയേ ഉള്ളൂ. ഇല്ലില്ല, അവര് വരും. തിരക്കുണ്ടോ? ഞാൻ
പേരാണ്. ഹലോ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതാണോ? ഇതുണ്ടോ റൂമുണ്ടോ? റൂമുണ്ട്, ഒരു കെയർ ടേക്കർ ഉണ്ട്. അയാളുടെ വീട് അടുത്താണ്. അങ്ങോട്ട് പോയിരിക്കുക. നമുക്ക് റൂമൊന്ന് കയറി കാണാം. ഇതിന് മുന്നേ വലിയ നടക്കൊണ്ടിരുന്നോ? തിരിക്കാം, അങ്ങോട്ട് കയറി തിരിക്കാം. ആ